ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവ്വശക്തനായ നാമം ഇന്നും എന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നാമം എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. കൃപ ലഭിച്ച എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തു യേശുവിൽ ജീവിതം എല്ലായിടത്തും എല്ലായ്പ്പോഴും നടത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കർത്താവിൽ നിന്ന് ലഭിച്ച ഒരു ആലോചനയാണ്. സ്തോത്രം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 28 വാക്യം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. ഭൂമിയിൽ ജനിച്ച മനുഷ്യർ ആരും കഷ്ടം അനുഭവിക്കാത്തൊരു മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല വിധത്തിലുള്ള കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഓരോ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്, എല്ലാ ജാതിയുടെ ജീവിതത്തിലുമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ അത് ഏറെയുണ്ട്. സ്തോത്രം. അത് തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കള് മിസ്രൈം ദേശത്ത് നിന്ന് സ്തോത്രം സംഭവിച്ചതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നമ്മൾ ധ്യാനിക്കുന്നവരാണ്, അറിയുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യ ജീവിതത്തിലും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം യഹോവയോട് നിലവിളിക്കുന്നവർക്ക് വിടുതൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഹോവയോട് നിലവിളിക്കുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വിടുതൽ നമ്മൾ കാണുന്നുമില്ല. അങ്ങനെയുള്ളൊരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ കുറവ്? ദൈവം പറഞ്ഞിങ്ങനെയാണ്, നീ എന്നെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടും സ്നേഹിച്ചാൽ, സ്തോത്രം, ഞാൻ നിന്നെ എന്നല്ല നിന്റെ തലമുറകളെ 1000 തലമുറ വരെയും ദയ കാണിക്കും, നിന്റെ മക്കളെയും അനുഗ്രഹിക്കും. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് എല്ലാ അനുഗ്രഹമായി മാറുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് എല്ലാം നിഷ്പ്രയാസമായിട്ട് സകലത്തിനെയും നേരിടാനും ജയിക്കാനുള്ള കൃപ ലഭിക്കുന്നു. അപ്പൊ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു കൺസെപ്റ്റിലല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ സമ്പത്തും ഇതെല്ലാം നമുക്കുള്ളതാണ്. പക്ഷെ കർത്താവ് യേശു പറഞ്ഞ ഇങ്ങനെയാണ്, മുന്നമേ നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കും, നിങ്ങൾ നിലങ്ങൾ സ്വന്തമാക്കും. ഇന്നിങ്ങനെ പറയുന്നത്, ഒന്നും നിങ്ങൾക്ക് ലഭിക്കൂല എന്നല്ല പറയുന്നത്. അതേ കർത്താവ് യേശു തന്നെ നമ്മളോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും സ്തോത്രം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവിടെ കർത്താവ് ഭയപ്പെടേണ്ടെന്ന് പറയുന്നത്. സ്തോത്രം. കർത്താവ് യേശു നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്, സ്തോത്രം, എല്ലാത്തിനും നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. പക്ഷെ കർത്താവ് യേശു പറഞ്ഞ വേറൊരു കാര്യങ്ങളുണ്ട്, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പൊ നമ്മളെ കഷ്ടതയിൽ നമ്മൾക്ക് വിടുതലില്ലാത്തൊരു കഷ്ടങ്ങൾ നേരിടുന്ന കുറേ വിശ്വാസികൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അവർക്ക് പ്രബോധനം കൊടുക്കുമ്പോൾ പിന്നീട് അവർക്ക് എന്നോട് കയ്പായിട്ടാണ് മാറുന്നത്. ആ കൊടുത്ത പ്രബോധനം അവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് കയ്പായി മാറി? ദൈവമക്കളെ, എൻ്റെ അനുഭവത്തിൽ കൂടെ വന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാനും വളരെ കഷ്ടത്തിലും പ്രയാസത്തിലുമാണ്. ഞാൻ ഈ കർത്താവ് യേശുവിനെ അറിഞ്ഞത് തന്നെ ആത്മഹത്യ ചെയ്യണ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഈ കർത്താവ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അതും എന്നോട് പറഞ്ഞത് ഒരു ശ്രീലങ്കയിലെ ഒരു തമിഴ് കുട്ടി. സ്തോത്രം. അവളുടെ ജീവിതമാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്നോട് ഇങ്ങനെ പറഞ്ഞ, ചേച്ചി, ഞാനും ചേച്ചിയുടെ അതേ അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ യേശുവിനെ അറിയാൻ തുടങ്ങി. യേശുവിനെ അറിഞ്ഞ ശേഷമാണ് ചേച്ചി എൻ്റെ കഷ്ടങ്ങളൊക്കെ മാറാൻ തുടങ്ങിയത് എന്ന്. സ്തോത്രം. അന്നേരം എനിക്ക് 31-ാമത്തെ വയസ്സ്. ദൈവമക്കളെ, യേശുവിൻ്റെ മുഖം ഞാൻ നോക്കി അന്ന് മുതൽ എനിക്ക് കഷ്ടം വരാനായിട്ടൊന്നുമില്ല. ആ കഷ്ടങ്ങളൊക്കെ വന്നത് എൻ്റെ പാപനിമിത്തമാണ്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ യേശുവിൻ്റെ മുഖം നോക്കിയ സമയം മുതൽ എന്നെ കർത്താവ് ഉയർത്താൻ തുടങ്ങി. എന്നെ അറിയുന്നവരുടെ മുമ്പിൽ, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒക്കെയും എൻ്റെ കർത്താവിനെ ഉയർത്താനാണ് തുടങ്ങിയിട്ടുള്ളൂ. സ്തോത്രം. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനോട് ചെയ്ത ദ്രോഹം കൊണ്ട് കർത്താവിനെ വീണ്ടും താഴ്ത്തി. അതെനിക്ക് നല്ല വ്യക്തമായ തെളിവുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ന് മറച്ചു വെച്ചാലും അതൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. കർത്താവിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നമായി തുറന്നിരിക്കുന്നു. അപ്പോൾ പാവമില്ലാത്ത മനുഷ്യരില്ല, കുറവില്ലാത്ത മനുഷ്യരൊന്നുമില്ല. എല്ലാ കുറവുകളും കർത്താവിനറിയാം, നമ്മുടെ കൃതം കർത്താവിനറിയാം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ തന്നെ നമ്മൾ വീണ്ടും നിലവിളിക്കുമ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. ഈ 107-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രാവശ്യം ഇസ്രായേൽ മക്കളോട് ദൈവത്തോട് മത്സരിച്ചു, ദൈവം അവരെ താഴ്ത്തി, പിന്നെയും അവരെ നിലവിളിച്ചു, ദൈവം അവരെ ഉയർത്തി. ഇങ്ങനെ പലവട്ടം ഇത് എന്തിനു വേണ്ടി എഴുതിയതാണ്? ഇത് നമ്മൾക്ക് വേണ്ടി എഴുതിയതാണ്. എന്നാൽ അവിടെ ഒരു കുറവെന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഒരു പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. എന്തിനും മനുഷ്യനെ ആശ്രയിക്കുക, എൻ്റെ ദൈവത്തോട് കാര്യം.
ദൈവം കേൾക്കത്തില്ല. ഞാൻ മനുഷ്യനെ ആശ്രയിക്കത്തില്ല. ഞാൻ ചങ്കിൽ കൈവച്ച് എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ഞാൻ ആശ്രയിക്കില്ല മനുഷ്യരോട്. ദൈവത്തോട് ഉടമ്പടി ഞാൻ ചെയ്തതാണ്. ഞാൻ ചോദിക്കത്തില്ല മനുഷ്യരോട്. എൻ്റെ സഹായം കർത്താവിൽ നിന്നാണ് പുറപ്പെട്ടു വരേണ്ടത്. നമ്മൾ ഉറച്ച മനസ്സുണ്ടായിരിക്കണം. ഉറപ്പുള്ളൊരു മനസ്സാണ് കർത്താവിന് വേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഉറപ്പ് നമ്മൾക്ക് ഇതിൽ കൂടെ വരുന്നത് വചനം ധ്യാനിക്കുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, പ്രബോധനങ്ങൾ കൈക്കൊള്ളുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ. വചനം കേൾക്കുന്നവരായി മാത്രം മാറിയിട്ട് കാര്യമില്ല. വചനം പറയുന്നവർ വചനം അനുസരിക്കുന്നില്ല, പിന്നെ അവർ പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം? ഒരു വചനം പ്രസംഗിക്കുന്നു, പക്ഷെ ഒരു വചനം അനുസരിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തീരാ ദുഃഖവും തീരാ വ്യാധിയും തീരാ ഇതൊന്നും മാറത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത വ്യാധിയില്ല, മാറാത്ത ദുഃഖമില്ല, മാറാത്ത പ്രശ്നമില്ല. ഇതെല്ലാം മാറ്റാൻ നമുക്ക് തന്നെ കർത്താവ് അധികാരം തന്നത്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയുടെ മേൽ സകലത്തിനും അധികാരം ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. നമ്മൾ കർത്താവ് ശിഷ്യന്മാരാണോ അല്ലയോ എന്ന് ആദ്യം നമുക്ക് തന്നെ പരിശോധിക്കാം. സ്തോത്രം. കർത്താവ് യേശു പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ലെന്ന്, ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനുമാകണമെന്ന്. സ്തോത്രം. അവിടെ വിശ്വാസമാണ് ആവശ്യം. വിശ്വാസം കേൾവിയിൽ കൂടെ വരുന്നു, വിശ്വാസ അനുഭവത്തിൽ കൂടെ വരുന്നു. സ്തോത്രം. ഒരു വിശ്വാസി അവിശ്വാസിയായിട്ട് ജീവിക്കാതിരിക്കുക. ഒരു വിശ്വാസി വിശ്വാസിയായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ അവൻ മനുഷ്യരിൽ ആശ്രയിക്കാണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നാളെ ദിവസം യഹോവയ്ക്കുള്ളതാണ്, എനിക്കെന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ നാളത്തെ ദിവസത്തെക്കുറിച്ച് വിചാരിച്ചാൽ ഞാൻ മഹാപാപി. നാളത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനാ വലിയ പാപി. ഞാനൊരു അവിശ്വാസിയായി മാറുന്നു. ദൈവമക്കളെ, കർത്താവ് യേശു നമ്മളോട് ഇത്രേ പറയുള്ളൂ, അന്നെന്നുള്ളത് മാത്രം ചോദിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. പാപികളും ദോഷിയുമായ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക് എത്ര അധികം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ ഇല്ലയോ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ കഷ്ടത്തിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, ദൈവമക്കളെ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ കഷ്ടത്തിലൊക്കെ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോഴൊക്കെ ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നിലവിളിച്ച് കരഞ്ഞു പോയത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ. അങ്ങനെ എന്നെ ആർക്കും വേണ്ടാതായി. ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടി ബാഗെല്ലാം കെട്ടി, പക്ഷെ പോകാൻ എനിക്കറിയത്തില്ല എങ്ങോട്ടാന്ന്. അങ്ങനെ ഞാൻ തിണ്ണയ്ക്ക് തറയിലിങ്ങനെ കിടക്കുക. രാവിലെ മുതൽ സമയം ഉച്ചയായ സമയത്ത് എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഉച്ചയായ സമയത്ത് ഒരു കാക്ക ഒരു അരമുറി തേങ്ങ കൊണ്ട് അതിൻ്റെ മുമ്പിലിട്ടിട്ട് ആ കാക്ക പറന്നുപോയി. സാധാരണ കാക്ക തേങ്ങ കൊത്തി വന്നാലത്തെ കാക്ക കൊത്തി തിന്നും, പക്ഷെ ഇത് തിന്നാണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് ആ കാക്ക ആ തേങ്ങയെ തൊട്ടതേയില്ല. അവിടെ ഇട്ടിട്ട് ആ തേങ്ങമുറി അവിടെ ഇട്ടിട്ട് പറന്നങ്ങ് പോയി. പിന്നെ കാക്ക തിരിച്ചെന്ന് ആ തേങ്ങമുറി എടുത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ ദൈവത്തിന് ആലോചന എന്ന് വെച്ചാൽ, ഏലി അവനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവമല്ലേ എൻ്റെ ദൈവം. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി കുളിച്ച് വന്നിട്ട് പ്രാർത്ഥിച്ച് ആഹാരം കഴിച്ച് ഞാൻ ബലപ്പെട്ടു. അന്ന് മുതൽ എന്നെ ഉയർത്തിയ ദൈവം ഇതാണ്ട് ഇന്നും. സ്തോത്രം, ഹല്ലേലൂയ. ശക്തി ബലവും തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ എനിക്ക് പിന്നെയും രോഗവും ദുഃഖം പ്രയാസം വരാം. പിന്നീട് എനിക്ക് രോഗവും ദുഃഖം പ്രയാസവും സങ്കടങ്ങളൊക്കെ, ജോലി നഷ്ടപ്പെട്ടു, പിന്നെ വിസ നഷ്ടപ്പെട്ടു, പിന്നെ നാട്ടിൽ പോയി, അങ്ങനെയൊക്കെ എല്ലാം വന്നിട്ട്. പക്ഷെ അവിടെ ഒന്നും എന്നെ ദൈവം കഷ്ടത്തിലാക്കിയിട്ടില്ല. അവിടെ എല്ലാം വീണ്ടും വീണ്ടും ദൈവനെ ഉയർത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് ഓരോ വഴി ദൈവം തുറന്നു തന്നിട്ടേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ മനുഷ്യനെ ആശ്രയിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുഴങ്ങാൻ എല്ലാവരും പറയും, അസുഖം വരുന്നുണ്ടെന്ന് കാണുന്നുണ്ടോ? അസുഖമാണ്, പെട്ടെന്ന് മുഴങ്ങാൻ മടക്കി. ഇന്നലെ എനിക്ക് തലവേനയും പനിയുമായിരുന്നു. ഇന്നലെ വെളുപ്പിന് 3 മണിക്കെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റ് ഇതാണ്ട് എണ്ണ വെച്ച് കുളിച്ച ഞങ്ങൾ സംസാരിക്കുന്നത്. സ്തോത്രം. ഒന്നും നമ്മൾ ഭരിക്കത്തില്ല. കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങളൊന്നും ഭരിക്കത്തില്ല, നമ്മൾക്കൊരു ദോഷാരും ചെയ്യത്തില്ല, ഒരു പാതത്തിന്റെ കൂടാരത്തിനടുക്കില്ല, ഒരു ദോഷം എനിക്ക് ഭവിക്കരുത്. കൂടെ അരുളപ്പാടുണ്ടെങ്കിൽ ഇതൊന്നും ഭവിക്കത്തില്ല. ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഈ ദേഹം വിട്ടു പോകണം. ആത്മാവ് എന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. എന്നാൽ ദൈവം കൊടുത്ത അനുഗ്രഹം എന്താണ്? നീ നിന്റെ മക്കളുടെ മക്കളെയും കാണും. സ്തോത്രം, ദൈവനാഥൻ. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം എന്തൊക്കെയാണ് മനുഷ്യന് മേലുള്ളത്? അതൊക്കെ നമ്മളെ മേലുള്ളതാണ്. പക്ഷേ ഈ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നത്, ഈ സങ്കീർത്തനങ്ങളിനകത്തെ ഈ വാക്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കണം. തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ ആത്മാവിന് ഞെരുക്കമുണ്ട്, ഭൗതിക ഞെരുക്കമുണ്ട്, പല ഞെരുക്കങ്ങളുണ്ടല്ലേ. ഈ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിടുവിപ്പാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അന്ന് വിടുവിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വിടുവിക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ സറണ്ടർ ആകണം. ഏത് വിഷയത്തിന് മുമ്പിൽ മുഴക്കാലം മടക്കി പ്രാർത്ഥിക്കണം. ആദ്യം
കർത്താവ് ഒന്നുമില്ല, കർത്താവ് എനിക്ക് ആരും സഹായിക്കാനില്ല, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല, എൻ്റെ ആശ്രയം അവിടുന്ന് മാത്രമാണ്. എന്നെ സഹായിക്കാൻ, എന്നെ വിടുവിക്കാൻ, എന്നെ സൗഖ്യമാക്കാനും കർത്താവ് യേശു ഞങ്ങളുടെ നാമത്തിൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് വിശ്വാസത്തോടുകൂടെ മുഴങ്കാലം മടക്കി പ്രശ്നം നടുവിൽ പറയുമ്പോൾ വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ ഇന്നലെ ഇന്നും വിശ്വസിക്കുന്നു. ഇതുവരെ ഞാൻ എന്നെ അങ്ങനെ തന്നെ നടത്തിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ പറയാറുള്ളൂ, എൻ്റെ കർത്താവിനെ സഹായിക്കും, എൻ്റെ കർത്താവിനെ വിടുവിക്കും. എൻ്റെ കർത്താവ് യേശുവിൻ്റെ മേലായിട്ട് ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഇനി ഉണ്ടാകാനുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആദ്യനും അന്ത്യനുമാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ തന്നെയാണ് സൃഷ്ടിയും സംഹാരം, അവനാണ് നമ്മൾ സൃഷ്ടിച്ചത്. സ്തോത്രം ദൈവം. അവൻ നമ്മളെ മേൽ, ഞാൻ എല്ലാവരും പറയും, സ്നാനപ്പെട്ടവരോട് ഞാൻ പറയും, ഇനി കർത്താവിനാണ് നിങ്ങളെ മേൽ ഉത്തരവാദിത്വം. പക്ഷേ സ്നാനപ്പെട്ടതിന് ശേഷം തോന്നിയ പോലെ ജീവിച്ചിട്ട് കർത്താവിന് ഉത്തരവാദിത്വം പറഞ്ഞിട്ട് കാര്യമില്ല. സ്നാനപ്പെട്ട ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമ്മൾ ക്രിസ്തുവിന് സറണ്ടറായിട്ട് ജീവിക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ആ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ കർത്താവ് വിശ്വസ്തനുമാണ്, അതിന് കഴിവുള്ളവനാണ് കർത്താവ്. നമ്മളെ വിളിച്ചത് വെറുതെയല്ല. സ്തോത്രം, ദൈവനാമത്തിലെ മഹത്വം. അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചതാരാണ്? സ്വർഗത്തിലെ വിളി. നമ്മൾ ഭൂമിയിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഷ്ടത്തിൽ നിലവിളിക്കുമ്പോൾ വിടുവിതൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുറവ് നമ്മൾ മാറ്റണം. എവിടെയാണ് കുറവ് അത് മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ അവിടെ അനുഭവിക്കത്തില്ല. നമ്മൾ ഹൃദയത്തിൽ സംശയമോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവിടെ കർത്താവ് പ്രവർത്തിക്കത്തില്ല. വിശ്വാസമില്ലാത്തടത്ത് കർത്താവ് പ്രവർത്തിക്കത്തില്ല. യെരൂശലേമിൽ കർത്താവ് കടന്നുപോയി. സ്തോത്രം, അവിടെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞു, അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവിന് പോലും പ്രവർത്തിക്കാൻ പറ്റിയില്ല. അവിശ്വാസമുള്ള ഹൃദയമുള്ളടുത്ത് കർത്താവ് പ്രവർത്തിക്കത്തില്ല. ഈ അവിശ്വാസ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? സംശയം, ഭയം. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? അയ്യോ, അങ്ങനെ സംഭവിക്കുമോ? എനിക്ക് രോഗം വന്ന് ഞാൻ മരിച്ചു പോകുമോ? ഇതവല പറശികര തലതലം എന്നാ പിന്നെ അത് അവിശ്വാസിയാണ്. സ്തോത്രം, എനിക്കൊന്നും സംഭവിക്കത്തില്ല, എന്നോട് കൂടെയുള്ളവൻ സർവശക്തനാണ് എന്ന് നമ്മൾ വാഗുണ്ടെന്ന് പറയാവോ? സ്തോത്രം, ഒരു വിശ്വാസി ഉളവാക്കണം. ഒരു വിശ്വാസിയെ കൂടെ തകർത്തിക്കളയും. അവിശ്വാസമുള്ള വാക്കുകൾ പറയുന്നവരുടെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല, അവരോട് സന്ധി കൂടാൻ പാടില്ല. അത് പൗലോസ് പോലും പറയുന്നുണ്ട്. സ്തോത്രം, പുറത്തുള്ളവരെ വിധിപ്പാൻ നമ്മൾ ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാഥന്റെ മഹത്വം. ജാതികൾ അറിവില്ലാത്തവരാണ്, എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ബൈബിൾ വായിക്കുന്നു, ധ്യാനിക്കുന്നു, സ്തോത്രം, എല്ലാം ഉണ്ട്. പക്ഷേ വായിൽ എപ്പോഴും അവിശ്വാസത്തിന്റെ നെഗറ്റീവ് ആണെങ്കിൽ അവരാണ് അവിശ്വാസികൾ. സ്തോത്രം, അതാണ് കർത്താവ് ഹൃദയം കൊണ്ട് ദൂരത്തും അതിരം കൊണ്ട് സമീപിസ്ഥനും. ദൈവമക്കളെ, നമ്മുടെ കഷ്ടത്തിൽ വിടിയിപ്പാൻ യഹോവ ഇന്ന് സർവശക്തനാണ്. എന്താണോ പ്രയാസം, ആ പ്രയാസം ആർക്കാണ്? ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളതിനെ വിശ്വസിച്ചുകൊണ്ട്, ഇല്ല, എൻ്റെ കർത്താവ് വിടിയിപ്പാൻ ശക്തനാന്നിട്ട് ആ സന്നിധിയിൽ പായിട്ട് മുഴങ്കാലം മടക്കി, ആരും അറിയേണ്ട, കർത്താവ് യേശുവിനെ പറഞ്ഞുള്ളൂ, നിങ്ങളോ വാതിലടച്ച്, സ്തോത്രം, രഹസ്യത്തിൽ നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിപ്പിൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് 1000 പേരോട് പറയും ചെയ്യും, എന്നിട്ട് എല്ലാവരും പറയേണ്ടെന്നല്ല. ആദ്യം മുഴങ്കാലം വിളിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പറയണം, എനിക്കിങ്ങനെ വിഷമുണ്ടെന്ന് പ്രാർത്ഥിക്കണേന്ന്. അവിശ്വാസമുള്ള ഹൃദയം നമുക്ക് തരുന്ന ദുഷ്ടനാണ്. ആ അവിശ്വാസ ഹൃദയം നമ്മൾ മാറിപ്പോട്ടെ. അന്ന് വിടുവിച്ച യഹോവയായ ദൈവം ഇന്ന് വിടുവിപ്പാൻ നമുക്ക് ശക്തനാണ്. ഇന്നലെയും എന്നെ സൗഖ്യമാക്കിയവൻ, പനിയാകട്ടെ, എന്തു ആകട്ടെ, ഏത് രോഗവും വിടുവിക്കാൻ ശക്തനാണ് അവൻ. സ്തോത്രം, അനവധി കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ദൈവമക്കളെ പറയുന്നത്, അവിടെ എല്ലാം വിടുവിച്ചൊരു ദൈവം എൻ്റെ കൂടെ എനിക്ക് ഇന്നുമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. സ്തോത്രം, അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഈ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് അതിനെ കൊണ്ട് ഏറ്റു പറയുന്നത് രക്ഷിക്കപ്പെടുന്നു പറയുവാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ്. ഏത് വിഷയം ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അതിനെ കൊണ്ടത് പറയുമ്പോൾ നമുക്ക് അവിടെ അത് സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു, സ്തോത്ര പ്രബോധനങ്ങൾ വായിക്കുന്നു, സുവിശേഷ ബുക്ക് വായിക്കും. ചിലവർ പറയുന്ന സുവിശേഷ ബുക്ക് മാത്രം വായിച്ചാൽ മതി, എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വിശ്വാസം കാണാനുമില്ല. അവർ വായിക്കുന്ന സുവിശേഷ ബുക്ക് മാത്രമാണ്. ഞാനാണ് ബൈബിൾ മുഴുവനാണ് വായിക്കാൻ എല്ലാവരും പറയുന്നത്. സ്തോത്രം. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വിശ്വാസങ്ങളും സമയം വരുമ്പോൾ വിശ്വാസം കാണത്തില്ല. അവർ പ്രസംഗിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, അവരുടെ ജോലിയെ പ്രസംഗമാണ്. പക്ഷേ കാര്യം വരുമ്പോൾ ആ പ്രസംഗിച്ചതൊന്നും അവർ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ അവർ അവിശ്വാസിയാണ്. ദൈവമക്കളെ, അതുകൊണ്ട് അവിശ്വാസമായിട്ട് കൂട്ടുക നമുക്ക് പാടില്ല. നമ്മൾ വിശ്വാസമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഏത് കഷ്ടപ്പെടിയുമ്പോൾ ദൈവം ശക്തനാണ്. ഇന്നും കർത്താവ് യേശു ക്രിസ്തു ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ഈ വചനങ്ങൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സർവശക്തനെ കൊണ്ട് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.